അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മുടെ ഫ്ലാറ്റിൽ നിന്നാണ്. പപ്പന്നെ ഹോസ്പിറ്റലിലേക്ക് പോവാണ് റൂഹി. പിന്നെ ഇക്കൊക്കെ കീമോക്ക് പോകണ ദിവസമാണ്. അപ്പോൾ അവിടെ ഓരോരുത്തർ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ഇന്നലെ രാത്രി ഞങ്ങൾ ഇവിടെ നിന്നത്. നമ്മളെ വീട്ടിൽ പെയിൻറ്റ് ആക്കിയതുകൊണ്ട് അവിടെ ഭയങ്കര സ്മെല്ല്. അപ്പോൾ ഇക്കൊക്കെ അവിടെ പറ്റാന്ന് വെച്ചാൽ ഞങ്ങൾ രാത്രി ഫ്ലാറ്റിലോട്ട് വന്നു. ഫ്ലാറ്റിൽ ആകെ അലമ്പായി കിടപ്പാണ്, ഞാനൊന്നും കാണിക്കുന്നില്ല. അപ്പോൾ ഇന്നലെ ചെമ്മീൻ വാങ്ങിച്ചു. ചെമ്മീൻ ഫ്രൈ ആക്കി കഴിഞ്ഞ് ദോശ ഉണ്ടാക്കി കൊടുത്തു. ഇന്നലെ രാത്രി ദോശയായിരുന്നു, ഇന്ന് രാവിലെയും ദോശ തന്നെയായിരുന്നു. കഴിക്ക് വേഗം. റൂയി എവിടുക്ക പോണത്? എവിടുക്ക പോണ? റൂയി ഇവിടെ നിന്നോ? എന്ത് വരണോ? ആദ്യം വരുന്നില്ല എന്നല്ലേ റൂയി പറഞ്ഞത് ഹോസ്പിറ്റലിക്ക്? പിന്നെ റൂയിക്ക് ചോക്ലേറ്റ് അത് ഇതെന്ന് പറഞ്ഞപ്പോൾ റൂയി വേഗം ചാടി പുറപ്പെട്ട്. വരുന്നുണ്ടോ? ബ്ലാക്ക് വേണ്ട. എന്താ റൂയിക്ക് വേണ്ടത്? എല്ലാരും കൂടി എന്തത് കല്യാണത്തിന് പോവേ? ഞങ്ങളുടെ ഫ്ലാറ്റ് എന്താ പറയുക, ഈ മാസം ലാസ്റ്റ് വരെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊന്നും നമ്മൾ സാധനങ്ങളൊന്നും കൊണ്ടുപോയിട്ടില്ലെങ്കിൽ വലിയൊരു ടാസ്ക്കാണ് ഇതൊക്കെ കൊണ്ടുപോകല്. ഡ്രസ്സൊക്കെ അലക്കിയിട്ടിട്ടുണ്ട്. നമ്മളെ വീട്ടിൽ വെള്ളമില്ലാത്തതുകൊണ്ട് ഇവിടെയാണ് ഡ്രസ്സൊക്കെ അലക്കാൻ വരിക. അങ്ങനത്തെ ഒരു കഥയാണ്. ഇപ്പം ഞാൻ എന്തായാലും വീഡിയോയിൽ ഫുള്ള് കാണിക്കുന്നില്ല. പിന്നെ കാണിക്കാൻ പറ്റിയ സിറ്റുവേഷനിലെല്ലാം ഇങ്ങനെ പരന്ന് കിടപ്പാണ്. കണ്ടോ? ഓക്കെ, ഇന്ന് വേവ് കഴിച്ചോ? അപ്പോൾ ഊൻ്റെ കഴിയാനാവും. എന്തിനാണ് റോസു? അപ്പോൾ റൂയിമോളാണ് കഴിയാനയക്കണത്. ഇല്ല 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 ഇല്ല. റൂയി എന്നെ ചോദിക്കണത്? റൂയി എന്നെ ചോദിച്ചു അടിക്കണോ? റൂയി എന്തിനാ ചോദിക്കണത് റോസിന്റെ കഴിയാനയക്കണോന്ന്? റോസിന്റെ കഴിഞ്ഞു, ഇനി റൂയി കഴിച്ചോ? അടിച്ചോ? അടിക്കണോ? ഓക്കെ, നീ കഴിക്ക്. നേരില്ല, നോക്കണ്ട കേട്ടോ. മുഖത്ത് നോക്കരുതിട്ട് റൂഹി. റോസു നോക്കണ്ട, ഇങ്ങോട്ട് തിരിഞ്ഞ. റോസ് ഇങ്ങോട്ട് തിരിഞ്ഞോ. അടുതിരി. റൂഹി കഴിച്ചു. ഇപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് മിക്ക വീടുകളിലുള്ള അവസ്ഥ അതായിരിക്കും അല്ലേ, ഈ തല്ലുണ്ടാക്കല്. നോക്കണ്ട, റൂഹി കഴിച്ചോളൂ. റൂഹിന് ആർക്കും നോക്കണ ഇഷ്ടമില്ല. റൂഹി ദോശ ഇങ്ങനെ ചുരുട്ടി എറിഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിയുമെന്ന് വിചാരിച്ചോ? ആ ദോശ മര്യാദ കഴിക്കട്ടെ, അല്ലെങ്കിൽ ഞാൻ ബിസ്ക്കറ്റ് തരില്ല. ബിസ്ക്കറ്റ് വേണ്ട. റോസ് അതിൽ തൊടണ്ട കേട്ടാ. കഴിച്ചു. പോവാ. അതൊക്കെ എപ്പോ പഠിച്ച്? ആയിക്കോട്ടെ. അതൊക്കെ എപ്പോഴാ പഠിച്ചത്? ചിക്കൻ ഉണ്ടോ? ഒക്കെ നോട്ട് ചെയ്ത് വെച്ചിരുന്നു. പോവാം. അങ്ങനെ നമ്മൾ ഫ്ലാറ്റിൽ നിന്ന് പോവാണ്. ബാഗ് എടുക്കോ? കീമോടെ സമയം പുറത്തുവച്ചില്ലേ? ഇതൊക്കെ കൊണ്ടുപോകാൻ കേട്ടോ. കുറേ സാധനങ്ങൾ കൊണ്ടുപോകാനുണ്ട്. കുറേശ്ശെ ഇങ്ങനെ കൊണ്ടുപോകാൻ വിചാരിച്ചു. ഓഫാക്കില്ലേ? എല്ലാവരും ചോദിക്കും റീനുവിന് എപ്പോഴും ഈ ഒരു ഡ്രസ്സേ ഉള്ളൂന്ന്. എന്താ ഇപ്പം കാരണം? എല്ലാ ഡ്രസ്സും മടക്കി എടുത്ത് വെച്ചിട്ടുണ്ട് പെട്ടിയിൽ അവൾ ആദ്യം തന്നെ. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റിങ്ങിൻ്റെ ഇതിൽ ഈ ഡ്രസ്സ് മാത്രമാണ് പുറത്ത് വെച്ചിട്ടുള്ളത്.
ഓക്കെ അടച്ചോ. ആ അതുണ്ടല്ലോ. അടക്ക്. നിങ്ങൾ ഇത് ബ്ലഡ് ടെസ്റ്റ് ചെയ്തതിൻ്റെ അടുത്താ റൂയി വരുന്നുണ്ടാ? ഹോസ്പിറ്റലിക്ക് വരണോ? എന്തൊക്കെ സാധനമുണ്ട്? ആദ്യം റൂയി വരുന്നില്ല എന്ന് പറഞ്ഞ ആളാട്ടാ. അപ്പൊ ഇക്ക പറഞ്ഞ് ചോക്ലേറ്റ് ഉണ്ട്, ബിരിയാണി ഉണ്ട് എന്ന് പറഞ്ഞപ്പോ ഓടിച്ചാടി വന്നു. കുട്ടി അവിടെ ഉണ്ടാ? ഒക്കെ നോക്കി വെച്ചിക്കണം. ആ അവിടെയാണ് ഒമ്മൽക്കോയിലത്തെ ഹോസ്പിറ്റലിൽ. നല്ല മഴക്കാറുണ്ട് കേട്ടോ. നമ്മളിവിടെ മഴ ചെയ്തിട്ട് കുറേ ആയി. ബാക്കി എല്ലായിടത്തും മഴ ചെയ്യുന്നുണ്ട്, നമുക്ക് മാത്രം മഴയില്ല. റൂയി ആൻസർ ചെയ്യേ. ഹൗ ആർ യു റൂയി? എന്താ റൂയി മോളെ മറന്നാ? വീഡിയോ 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 ഇവിടുന്നാണ് ബ്ലഡ് ടെസ്റ്റ് റിപ്പോർട്ട് വാങ്ങിക്കാൻ ഇറങ്ങുന്നു. റിപ്പോർട്ട് ഓക്കെയാ? റിപ്പോർട്ട് ഓക്കെയാണോ? ഇപ്പൊ റോയി പുതിയ വീട്ടിൽ നിൽക്കുക. നമ്മള് ഹോസ്പിറ്റലിൽ പോവാ. നമ്മള് റൂയിയും അല്ല പപ്പിയും ഉമ്മയും കൂടി ഹോസ്പിറ്റലിൽ പോവാ. റിസിയും റോഹിയും റോസും കൂടി പുതിയ വീട്ടിൽ നിന്നോട്ടാ. ചോക്ലേറ്റ് ഒക്കെ ഉണ്ട്. ഉണ്ടല്ലോ. കണ്ടോ? ഈ ഹോസ്പിറ്റലിൽ ചോക്ലേറ്റ് ഇല്ലാട്ടാ. ഇവിടെ ഈ ചോക്ലേറ്റ് ഇല്ലാത്ത ഹോസ്പിറ്റലാണ്. ചോക്ലേറ്റ് ഇല്ല, ബിരിയാണി ഒന്നും ഇല്ലല്ലോ കേട്ടോ. അപ്പൊ എന്ത് ചെയ്യുന്നേ? ഇവിടെ വെക്കോ? എവിടെ? വീട്ടിൽ നിന്നോ? പുതിയ വീട്ടിൽ നിന്നോ? നെയ്ച്ചോറുണ്ടോ? ചോക്ലേറ്റ് ചോക്ലേറ്റ് ഹോസ്പിറ്റലിൽ ഇല്ല, നെസ്റ്റോളിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ചോക്ലേറ്റ് എവിടെ ഉണ്ടാവുക? നെസ്റ്റോളിലുണ്ടാവുക. ചോക്ലേറ്റാ? പിന്നെ ബിരിയാണിയോ? നെസ്റ്റോളിലുണ്ടാവും. പിന്നെ നെസ്റ്റോൾ. ഹോസ്പിറ്റലിൽ വേറെ സാധനം ഉണ്ട്. എന്താ എന്താ ഇഞ്ചക്ഷൻ ഉണ്ട്? വേണോ? വേണ്ട വേണ്ട, വേണിക്കും. ആർക്ക്? കുഴപ്പമില്ല. പപ്പാക്ക് ഇഞ്ചക്ഷൻ അടിക്കണ്ടല്ലോ. അപ്പൊ ഓയിക്കൊന്ന് ആക്കിക്കോട്ടെ. പപ്പാക്ക് വേദന ആവുണ്ടല്ലോ. പപ്പാക്ക് വേദന ആവിയ ഓയിക്കും വേദന ആവുമല്ലോ. അപ്പൊ റോയി ഒന്ന് അടിച്ചോ? പപ്പാനെ ആക്കിക്കോട്ടെ അല്ലേ? പറ്റില്ല. ഇപ്പൊ നിങ്ങള് ആക്കുന്ന സമയത്ത് ഇങ്ങോട്ട് വേറെ ഫുള്ള് മൂത്രം ഒഴിച്ചാടെ ഇവിടെ കല്ല് വീടും പഠിക്കണേ. ഇവിടെ കല്ല് വീടും. അവിടെ കല്ല് വരുമോ? കല്ല് മൂത്രം ഒഴിച്ചാൽ അത് മൂത്രം ഒഴിച്ചില്ലെങ്കിലാ? മൂത്രമൊഴിച്ച് ഫുള്ള് മൂത്രം ഒഴിച്ചാൽ ഇവിടെ കല്ല് വരും. തന്നെ? അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞു. കല്ല് വരും. അബുവാണ് വീട്ടിലെ ഡോക്ടർ. കല്ല് വേണിക്കും. എവിടെ? ഇവിടെ കല്ല് വരും. കല്ല് വരുവോ? അല്ലോ, അബു ഡോക്ടർ ആയല്ലോ. അപ്പൊ അബു അനിയത്തിന്റെ മോനാണ്. നമ്മളെ വീട്ടില് ഗേറ്റൊക്കെ തുറന്നിട്ടിട്ടുണ്ട്. ഓട്ടോമേഷൻ ആയതുകൊണ്ട് നമ്മൾ വീട്ടിൽ തന്നെ ഗേറ്റ് തുറന്നു കൊടുത്തു. ഓക്കെ, പണിക്കാരൊക്കെ വന്നിട്ടുണ്ട്. ഇന്ന് മഴ പെയ്യാൻ ചാൻസ് ഉണ്ട് അല്ലേ? നല്ല മൂടിക്കെട്ട്. പറഞ്ഞുകൊണ്ട് അവിടെ ഇപ്പൊ തീരില്ല പോയിട്ടുണ്ട്. സന്തോഷമായില്ലേ? ഹാപ്പി?
അല്ലാ എനിക്ക് വയ്യ. എന്താ ഇവിടുത്തെ കോലം. നല്ല വൈകുന്നേരം വൃത്തിയാക്കി പോയതാണ്. വീണ്ടും അതേപോലെ തന്നെ. ബസ് മാറ്റി നിർത്തട്ടെ. എന്താ? മാംഗോ തിന്നു കാക്ക. ആ കാക്ക മാംഗോ തിന്നു. ഓ പിങ്ക് മാംഗോ. മാംഗോ വീണിട്ടേ കിട്ടണുള്ളൂ താഴത്തേക്ക്. ഫുൾ എടുത്തോ? ഇതൊക്കെ ഞാൻ ഇന്നലെ വൈകുന്നേരം അടിച്ച് വാരിട്ടതോ. വീണ്ടും നിലകൾ ഇത് എടുത്ത് ഒഴിവാക്കിക്കോ. ഒന്നും കയ്യിൽ തൊടൂല. ഇവിടെയാണ് പെയിൻറ്റ് അടിക്കുന്നത് കേട്ടോ. പെയിൻറ്റ് നമ്മൾ ഈ ഭാഗത്ത് കാർപോർച്ചിന് ഈ സൈഡിലോട്ട് പെയിൻ്റ് ആക്കിയിട്ടുണ്ടായിരുന്നില്ല. അവിടെ ആദ്യം പുട്ടി അടിച്ചു, പിന്നെ പെയിൻ്റ് ആക്കുകയാണ്. അപ്പാന്റെ കുട്ടി തന്നെ. നമ്മ ഒരു നല്ലൊരു കേക്ക് വാങ്ങിച്ചു തരാം കേട്ടോ. ഇമ്മന്ന് ഇമ്മക്ക് സ്പെഷ്യൽ വാങ്ങിച്ചു തരും. എന്താ വേണ്ടത്? ആലോചിക്കണ്ട കൊറേ ആലോചിക്കണ്ട. ഓക്കെ. മിംസിന്റെ ഈ പാർക്കിംഗ് ഉണ്ടല്ലോ, അതിപ്പോൾ ഒഴിവാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ പേ പാർക്കിംഗ് ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അതുകൊണ്ട് ഇവിടെ ആൾക്കാരൊന്നും ഇല്ല. ഇവിടെ നമ്മൾ അത് മിംസിൻ്റെ അല്ല, അതിപ്പം ഇവിടെ പെയ്ഡായിട്ട് പാർക്ക് ചെയ്യുക. പാർക്കിംഗ് സൗകര്യം ഉണ്ട്. നമ്മളിപ്പോൾ ഏതായാലും സമയമില്ലാത്തതുകൊണ്ട് നമ്മളിവിടെ പാർക്ക് ചെയ്ത് പോവാണ്. ഇനി ഇവിടുന്ന് ഓട്ടോ പിടിച്ച് പോകണം മിംസിലോട്ട്. അങ്ങനെ അപ്പോൾ ഓട്ടോ ഇനി എപ്പോഴാണ് കിട്ടുമെന്നാവോ. വറൂയി അപ്പം നമ്മളിവിടെ വണ്ടി പാർക്ക് ചെയ്തു. ഇനി ഓട്ടോ നോക്കുക. ഓട്ടോക്ക് വെയിറ്റ് ചെയ്യുവാണ്. കൈ ഇടരുത്, കൈ വെക്കരുത്, കൈ വെക്ക. എന്തേ തെറ്റിയാ? എന്തേ പപ്പ ഇരിക്കണ? എന്നാ വാ, പപ്പാൻ്റെ അടുത്ത് അവൾക്ക് ഇരിക്കേണ്ടി വരും. അപ്പൊ കൈ പുറത്തിടാൻ പാടില്ല. പപ്പ എടുത്തിരുന്നു. എന്നാ വാ. എന്തേ? റെസ്റ്റോറൻറ്റ് അവിടെ ഒന്ന് കൈ വെക്കരുത്. ആ നെക്സ്റ്റ് ഒക്കെ റോയി വേഗം കാണും. നെക്സ്റ്റ് കാണുമ്പോൾ സന്തോഷം. പപ്പ ഹോസ്പിറ്റലിൽ പോയി വന്നിട്ട് പോവാ. മസിത്തോസും ഒക്കെ ഉണ്ട്. എല്ലാ ടോസും ഉണ്ട്. ഓക്കെ. റോയിക്ക് അത് വേണ്ട, അതടന്നോട്ടെ. റോഹി ബാക്കി കഴിച്ചോ? അത് വേണ്ട. അതോ റോഹി ഡോക്ടറാണ്. ഡോക്ടർ ഇഞ്ചക്ഷൻ. ആ റൂഹി ആരെയാണ് ഇഞ്ചക്ഷൻ അടിക്കണ്ടേ?
റൂഹിൻ്റെ ഫ്രണ്ടാണ് ഫ്രണ്ട്. റൂഹി പപ്പാനെയാണോ റൂഹിനാണ് ഇഞ്ചക്ഷൻ അടിക്കേണ്ടത്? പപ്പ നെക്സ്റ്റ് പോണ്ടേ? പപ്പ നെക്സ്റ്റ് പോണ്ടേ? നെക്സ്റ്റ് പോയിട്ട് എന്തൊക്കെയാ വായിക്കണം? നമുക്ക് മസിച്ചോസ് വായിക്കണം, ഊച്ചിച്ചോസ് വായിക്കണം, ചോക്ലേറ്റ് വേണ്ട മാന വായിക്കണം, കിൻഡർ ജോയ് വായിക്കണം, വലിയ ഡെയറി മിൽക്ക് ചോക്ലേറ്റ് വായിക്കണം, പ്രിംഗസ് വായിക്കണം, കഴിഞ്ഞോ? ചോക്കുപ്പായി തിന്നണം. ഇത് കഴിച്ചു കഴിഞ്ഞിട്ടില്ല. അപ്പോൾ കറുത്തത് ഡോക്ടർ വരുന്നുണ്ട്. കണ്ടോ? ഫോണിൽ കണ്ടോ? ഇപ്പൊ ഇഞ്ചസ് അടിക്കൂ ഡോക്ടർ. റൂഹിക്ക് അല്ല റൂഹി ഇത് നോക്കിക്കണം. ഈ ചോക്ലേറ്റ് കഴിക്കുന്ന കുട്ടികൾ ഇഞ്ചക്ഷൻ അടിക്കണം എന്ന് പറഞ്ഞിരിക്കണം. വേണ്ട. ഫോൺ നോക്കി ഇഞ്ചസ് അടിക്കൂ പപ്പന്റെ. ആ ചെരുപ്പിട്. ചെരുപ്പിടോ? പൈറ്റ് ഒന്ന് പറഞ്ഞനുസരിച്ചില്ലെങ്കിൽ ഇങ്ങനെ കാട്ടൂട്ടോ. ചെറിയ വേദന പറ്റിയാന്നില്ല. റോയിമോള് സൈഡായിട്ടുണ്ട്, ഉറങ്ങിക്കണം. ഇവിടെ ചെയറിലിരുന്നിട്ട് ഉറങ്ങിയായിരുന്നു. ഒരു ഗസ്റ്റ് വന്നിട്ടുണ്ട്. പോരെ നമ്മളെ സ്വന്തം സ്ഥലത്തന്നെ ചെരുപ്പേച്ച് പോയി. റൂയി ആരെ നോക്കാം? അവളെ സ്വന്തം സ്ഥലം, നമ്മളെ റൂമൊക്കെ സെറ്റ്.